പരിപ്പും ചേമ്പും ചേർത്തിട്ട് എങ്ങനെയാണ് ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇന്നിവിടെ കാണിക്കുന്നത്. തേങ്ങ ഒന്നും അരച്ച് ചേർക്കാത്ത ഒരു പരിപ്പ് കറിയാണത്. അതിനായിട്ട് ചെറിയ ചേമ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ തൊലി കളഞ്ഞെടുക്കാം. ഒരു 1/4 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു വലിയ ഉള്ളി, ഒരു തക്കാളി, ഒരു 4-5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പരിപ്പ് നല്ലപോലെ കഴുകിയിട്ട് ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തൊലി കളഞ്ഞ് കഴുകിയെടുത്ത ചേമ്പ് ഇട്ട് കൊടുക്കാം. ചേമ്പ് മുറിച്ചിട്ടും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഒന്നിച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ തക്കാളി, വലിയ ഉള്ളി, പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇത് മുങ്ങിക്കെടുക്കണ പരുവത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ആവശ്യമെങ്കിൽ പിന്നീട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞളിന് കളറ് കുറവായതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കളറ് കൂടുതലുള്ളതാണെങ്കിൽ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നവർക്കും ഒന്ന് വയ്ക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് വേവുന്ന പരിപ്പാണ്, നൈസായിട്ടുള്ള പരിപ്പാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ചേമ്പിനാണെങ്കിലും വലിയ വേവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഒറ്റ വിസിൽ വന്നാൽ മതി. കുറച്ച് ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉണക്കമുളക് ക്രഷ് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ റെഡിയായി വന്ന കറിയിലേക്ക് വറവിടാനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് നിങ്ങൾക്ക് ഇടുന്നില്ലെങ്കിൽ ചെറിയ ഉള്ളി വറവിട്ട് കൊടുത്താലും മതി. കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറി ഒത്തിരി അങ്ങോട്ട് തിക്കാക്കിയിട്ട് എടുക്കരുത്. ഇത് പരിപ്പായതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് കുറുകി വരാൻ ചാൻസ് ഉണ്ട് തണുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം രൂപത്തിൽ വേണം കറി എടുക്കാനായിട്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. റെഡിയായി വന്ന കറിയെ പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല മാച്ചായിട്ടുള്ള ഒരു കറിയാണിത്. എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിയുടെ കൂടി മാച്ചാവും, എങ്കിലും ചോറിൻ്റെ കൂടെയാണ് കുറച്ചും കൂടി മാച്ചാവുന്നത്. തേങ്ങ അരച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് തന്നെ തേങ്ങ അരച്ച് ചേർത്താൽ മതി. അപ്പോൾ പരിപ്പിൻ്റെ അളവ് വളരെ കുറവ് ഇട്ട് കൊടുത്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.